ഇടതുപക്ഷത്തിന്റെ തുടർഭരണം എന്ന സ്വപ്നം ഇല്ലാതെയാവുന്നു, അല്ലെങ്കിൽ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് അവസാന നിമിഷത്തിൽ പദ്ധതികളെല്ലാം പൊട്ടിപ്പാളീസായി CPM തകർച്ചയുടെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇനി എന്തായിരിക്കാം CPMന്റെ പുതിയ പദ്ധതി? അതോ ഇപ്പോഴുള്ള പദ്ധതികളിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ തിരിച്ചടികളിൽ നിന്നും കരകയറാനുള്ള വ്യഗ്രതയിലാണോ CPM ആദ്യമേ എയറിൽ നിന്നും ഒന്ന് സ്റ്റഡി ആകേണ്ട സമയമായിരിക്കും. CPM എന്നല്ല, ഇപ്പം CPMനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPMനെ നയിക്കുന്നത് പിണറായി വിജയൻ സഖാവാണ്. അപ്പം തുടരെ പിണറായി വിജയൻ സഖാവിന് നേരെ വരുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് CPMനെ എയറിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ശബരിമല വിഷയം മറ്റൊരു വിഷയമാണ്, CPMനെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം CPMന്റെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സ്വർണം മോഷണം പോകുന്നത്. അത് CPMനെ കൃത്യമായിട്ട് ബാധിക്കും. ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പരിപാടികൾ CPM അവസാനമായിട്ട് ചെയ്തു. ഇപ്പം ആഗോള അയ്യപ്പ സംഗമം നടത്തി, അതുകൂടാതെ ഒരുപാട് PR വർക്കുകൾ നടത്തി. ഇതെല്ലാം ഫ്ലോപ്പായി പോകുന്ന രീതിയായിരുന്നു. ഏറ്റവും അവസാനം ഒടുവിൽ നമ്മൾ കണ്ടതായിരുന്നു വയോജനങ്ങൾക്ക് പെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു രീതി കൂടി. 1600 എന്നുള്ളത് 2000 രൂപ വരെയുള്ള പെൻഷൻ നൽകുമെന്നുള്ള രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ ആയിട്ടായിരുന്നു പിണറായി വിജയൻ വന്നിട്ടുള്ളത്. പക്ഷേ തുടർന്നതെല്ലാം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ CPMന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും CPM വളരെ പിരിമുറുക്കത്തിലാണ്. കാരണം ഖജനാവിൽ ഒറ്റ കാശില്ല. ബാങ്കിൽ നിന്നും കടമെടുത്താണ് സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് PR വർക്കിന് വേണ്ടിയിട്ട് ഒരു തുക സർക്കാർ മാറ്റിവെക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഭരിക്കാത്ത രീതിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ലല്ലോ. അപ്പം ജനങ്ങൾ ഒരു പരിധി വരെ മനസ്സിലാക്കി ഇതെല്ലാം സർക്കാരിന്റെ ഒരു തട്ടിപ്പാണ് അല്ലെങ്കിൽ നാടകമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയെന്നാണ് യാഥാർത്ഥ്യം. അപ്പം പ്രതിപക്ഷം അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. പ്രതിപക്ഷത്തിന്റെ ആ ഒരു റേഞ്ച് മാറിയത് പെട്ടെന്നായിരുന്നു. ഒരു 3-4 മാസമായിട്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മുമ്പിട്ട് പ്രതിപക്ഷം ഒന്ന് ശക്തിപ്പെട്ട് വന്നതാണ്. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കൃത്യമായിട്ട് വന്നു. കോൺഗ്രസ് ഒന്ന് ഒതുങ്ങി. ഇപ്പൊ കോൺഗ്രസ് വീണ്ടും ആ ഒരു ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി കാര്യങ്ങളെല്ലാം. പക്ഷേ അത് കോൺഗ്രസിന്റെ കഴിവ് കൊണ്ടാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം CPMന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, കോൺഗ്രസിന്റെ കഴിവിനേക്കാൾ കൂടുതൽ CPMന്റെ കഴിവുകേട് കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നത്. അതെ, തീർച്ചയായും. പക്ഷേ ഈ സംഘടനാ സംവിധാനം നോക്കുമ്പോഴാണ് അതിലൊരു വിഷയം വരുന്നത്. ഇപ്പം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാര് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. CPMന് അങ്ങനെയല്ല. CPMന് പാർട്ടി വോട്ടർമാരുണ്ട്. കോൺഗ്രസിന് പാർട്ടി വോട്ടർമാർ എന്ന് പറയത്തക്ക വിധത്തിൽ ആരുമില്ല. വളരെ തുച്ഛമായിട്ടുള്ള പാർട്ടി വോട്ടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അതത് സാഹചര്യത്തിനനുസരിച്ച് വീഴുന്ന വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അതേസമയം CPMനെ നോക്കിക്കഴിഞ്ഞാൽ CPMന് കൃത്യമായിട്ട് അറിയാം, ഞങ്ങൾക്ക് ഈ ഒരു മണ്ഡലത്തിൽ ഇത്ര വോട്ടർമാരുണ്ട്, പാർട്ടി വോട്ടർമാരാണ്. അത് ഇനി ആര് ഭരിച്ചാലും ആര് വന്നാലും എന്ത് വിഷയങ്ങളുണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പാർട്ടി ചിഹ്നത്തിൽ നിന്നും മാറ്റി വോട്ട് കൂട്ടത്തില്ല. അതാണ് CPMന്റെ പാരമ്പര്യം. ഇത്രയും വർഷമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ചില വീടുകളിലൊക്കെ ചെന്ന് കയറണം. ആ വീട്ടിലെ അവസ്ഥ അത്രത്തോളം ദുരവസ്ഥയായിരിക്കും. ഒന്നും ഉണ്ടാക്കി കാണത്തില്ല, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി കാണത്തില്ല. പഞ്ചായത്ത് മെമ്പറൊക്കെ ചിലപ്പം CPMന്റെ ആയിരിക്കും, അല്ലെങ്കിൽ മണ്ഡലത്തിലെ CPM ആയിരിക്കും ഭരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ഇവരൊന്നും ഒന്നും കൊടുത്തില്ലെങ്കിലും അവര് പ്രതിഷേധങ്ങളെല്ലാം കാണിക്കും. പക്ഷെ അടുത്ത് ചെന്ന് വോട്ട് കുത്താൻ നിൽക്കുമ്പോൾ അവരെ കൈവറയ്ക്കും. പാർട്ടി ചിഹ്നത്തിൽ മാത്രമേ അവർ കുത്തും. പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മാറി കുത്താൻ അവരുടെ മനസ്സിൽ സമ്മതിക്കത്തില്ലെന്നേ. അത്രത്തോളം വികാരധീരരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകൾ. പക്ഷെ കോൺഗ്രസ് സംബന്ധിച്ച് അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ വോട്ട് മാറ്റി കുത്തിയായിരിക്കും ഇവര് അത് തീർക്കുന്നത്. അങ്ങനെ കാലേവാരികൾ എന്നുള്ള പേര് കോൺഗ്രസിന് വന്നത് അങ്ങനെയാണ്. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് ഭയങ്കര ജനാധിപത്യമാണ്. CPMനെ സംബന്ധിച്ച് പോലെ കേഡർ പാർട്ടി അല്ലെങ്കിൽ സെമി കേഡർ പാർട്ടി ഒന്നുമല്ല കോൺഗ്രസ്. അപ്പം അവിടെ ആ ഒരു ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടത്തിൽ ഒരാൾക്കെതിരെ എന്തെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കാലുവാരിയായിരിക്കും അവര് സെറ്റിൽമെന്റ് ചെയ്യുന്നത്. അപ്പം അവർ തോക്കും. CPMനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്നുള്ള ഒരു വിറളി പൂണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണോ അതോ CPM ആണോ ഈ പറയുന്നത് പോലെ വിറളി പൂണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് എങ്ങനെയും പിടിക്കണം എന്നുള്ള രീതിയിൽ നടക്കുന്നത്? കാരണം ഇതിപ്പോൾ ഒരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വിറളി പൂണ്ടതല്ല. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPMനെ സംബന്ധിച്ച് അവർക്ക് ധാർഷ്ട്യമായി തുടങ്ങി. 2ാം തവണ ആയപ്പോൾ തൊട്ട്, അതായത് 2 തവണ ഭരണം കിട്ടിയപ്പോൾ തൊട്ട് ഇനി അടുത്ത തവണയും ഞങ്ങൾ തന്നെ ഭരിക്കുമെന്നുള്ളൊരു ധാർഷ്ട്യം. അതായത് കുറച്ചു മുമ്പ് റിപ്പോർട്ടുകൾ വന്നപ്പോൾ അതെല്ലാം CPMന് അനുകൂലമായിരുന്നു. അപ്പൊ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും CPM വിജയിക്കുമെന്നൊരു ധാർഷ്ട്യം
CPമാർക്ക് എല്ലാം ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നീക്കം തന്നെയായിരുന്നില്ലേ NSSനെ ആണെങ്കിലും അല്ലെങ്കിൽ SNDP ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ശബരിമലയിൽ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം എന്നൊരു വലിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്? അതെ, തീർച്ചയായും. അപ്പൊ ആഗോള അയ്യപ്പ സംഗമത്തിനൊക്കെ ഒരുപാട് പൈസയൊക്കെ സർക്കാർ കൊടുത്തു എന്നുള്ള വലിയ വലിയ PR വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് പിണറായി വിജയൻ മാത്രമേ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരൊക്കെയുള്ള സംഘടനകൾ അപ്പുറത്തുണ്ട്. അപ്പം മതപരമായിട്ട് ആളുകളെ ചേർത്ത് നിർത്താനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കവിടെ കഴിയുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം അങ്ങനെ നിന്നിട്ടും, അതായത് അയ്യപ്പന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും അയ്യപ്പൻ കഴിഞ്ഞൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ല, എനിക്കൊരു വിയോജിപ്പുണ്ട്. വേറൊന്നുമല്ല, ഈ പറയുന്ന ഈ സംഘങ്ങളെ ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ മതസംഘടനകളെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞു എന്നതിനേക്കാൾ ഉപരി മതസംഘടനയുടെ നേതാക്കന്മാരെ മാത്രമാണ് ചേർത്ത് നിർത്താൻ കഴിഞ്ഞത് എന്നാണ് ആ ഒരു ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. കാരണം നേതാക്കന്മാരാണല്ലോ ഇവരുടെ ഏറ്റവും വലിയ അട്ടിപ്പറവകാശികൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. അതായത് ഞാനാണ് ഈ സംഘടനയെ നയിക്കുന്നത്, ഞാൻ പറയുന്നതേ എന്റെ താഴെയുള്ള ആളുകൾ അല്ലെങ്കിൽ എന്റെ ജാതി സംഘടനയുള്ള ആളുകൾ അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ട ആളുകൾ കേൾക്കൂ എന്ന് പറയുന്ന ഇവർക്കൊരു ധാർഷ്ട്യമുണ്ട്. അതെ, ഈ മത നേതാക്കന്മാർക്കൊരു ധാർഷ്ട്യമുണ്ട്. ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളുടെ നിലപാടാണ് ഏറ്റവും വലിയ ശരി എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. എന്നാലും ഈ മതവർഗീയത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടല്ലോ, അവർ ഈ മത നേതാക്കന്മാർ എന്താണ് പറയുന്നത് എന്ന് വിചാരിച്ച് തന്നെയാണ് നടക്കുന്നത്. പിന്നെ ചില കാര്യങ്ങൾ അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പിറകിൽ നിന്ന് കുത്തിയ കട്ടപ്പ എന്ന് പറയുന്ന കൂട്ട് കുറച്ച് പോസ്റ്ററൊക്കെ വെളിയിലേക്ക് വരും. അത് സ്വാഭാവികമാണ്. എന്തായാലും ജനാധിപത്യ രാജ്യമാണല്ലോ, എല്ലാവർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങളുണ്ട്, വിയോജിപ്പ് പറയാനുള്ള അവസരമുണ്ട്. ഇപ്പൊ NSSനെ സംബന്ധിച്ച് അതിനുള്ള സ്പേസുകളൊന്നുമില്ല. ആകെ അവർക്കുള്ള കരയോഗ മന്ദിരം കൊണ്ട് ഞായറാഴ്ച കൂടുന്ന കരയോഗമുണ്ട്. അത് അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലുള്ള ആളുകളൊക്കെ ആയിരിക്കും കൂടുന്നത്. അപ്പൊ അവർക്ക് മേളിലിരിക്കുന്ന ജനറൽ സെക്രട്ടറി അവർക്ക് അവിടെ ഇരുന്ന് വിമർശിക്കാൻ കഴിയില്ലല്ലോ. വിമർശിച്ചാലും ജനറൽ സെക്രട്ടറി അറിയുന്നില്ല. അപ്പം അത്തരത്തിലുള്ള സ്പേസ് ഒന്നുമില്ല. പക്ഷെ ഇത്തരത്തിൽ പോസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് അവിടെ എത്തുമെന്ന് ആളുകൾക്കൊക്കെ അറിയാം. എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസ് ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. അത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് കൃത്യമായിട്ട് പണിയെടുത്ത് കൃത്യമായിട്ട് സ്ട്രാറ്റജിയോട് മുന്നോട്ട് പോയില്ലെങ്കിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയില്ല. പക്ഷെ CPMന് അങ്ങനെയല്ല. CPM കഷ്ടപ്പെട്ടില്ലെങ്കിലും, കോൺഗ്രസ് കഷ്ടപ്പെട്ടില്ലെങ്കിൽ CPM വിജയിക്കും.